ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളെ ദത്ത് നൽകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞ ഭരണസമിതി പാലിച്ചിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ക്രമം വിട്ട് ദത്ത് നൽകി ഗുരുതരമായ ക്രമക്കേട് നടത്തിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. മിനിറ്റ്സിൽ കൃത്രിമം നടത്തിയാണ് പല ദത്ത് നൽകലുമെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. യോഗങ്ങളിൽ തീരുമാനമെടുക്കാതെ മിനിറ്റ്സിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. ഇതിനായി മിനിറ്റ്സിൽ വെട്ടിത്തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. മിനിറ്റ്സിൽ ദത്ത് തീരുമാനം മാത്രം വ്യത്യസ്ത കൈയക്ഷരങ്ങളിൽ എഴുതി ചേർക്കും. തൊട്ടു പിന്നാലെയുള്ള അജണ്ട നമ്പറിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളും ക്രമവിരുദ്ധമായ ദത്ത് നൽകലിലുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. നേരത്തെ സർക്കാർ നിയോഗിച്ച 2 ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ദത്തെടുക്കലിൽ സുതാര്യത കുറവിനൊപ്പം സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന നിരീക്ഷണവും അന്വേഷണ സമിതി നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ ഭാരവാഹികളായ സുനിൽ സി കുര്യൻ, ചെമ്പഴന്തി അനിൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.